അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ നൂറിൽ ജമാലി വഅയ്നിൽ കമാലി വഅലാ ആലിഹി വസുഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. മഹത്തായ സ്വർഗീയ ഭവനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസം സ്വീകരിക്കുകയും ജഗന്നിയന്താവായ തമ്പുരാനെ ഭയന്ന് സൂക്ഷിച്ച് ഈ ലോക ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തവർക്ക് അള്ളാഹു നാളെ മരണാനന്തര ജീവിതത്തിൽ നൽകുന്ന അമൂല്യമായ അനുഗ്രഹമാണ് സ്വർഗീയ ഗേഹം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഷജറത്തൻ, സ്വർഗത്തിലെ ഒരു വൃക്ഷം, യസീറു റാക്കിബു ഫി ളില്ലിഹ മുദ്ദത ആമിൻ ലാ യഖ്തഉഹ. ഈ സ്വർഗത്തിലെ ആ വൃക്ഷത്തിൻ്റെ തണലിലൂടെ അതിവേഗതയിൽ ഒരു കുതിരസവാരിക്കാരൻ കുതിര ഓടിച്ചാൽ വർഷങ്ങൾ യാത്ര ചെയ്താലും ആ തണൽ വിട്ടുകിടക്കാൻ അവന് കഴിയുകയില്ല. വലഖാബു ഖൗസിൻ ഫിൽ ജന്ന ഖൈറു മിമ്മാ തത്തലിയു അലൈഹി ഷംസു. ഒരു വില്ല് വയ്ക്കാനുള്ള സ്ഥലമെങ്ങാനും സ്വർഗത്തിൽ ലഭിച്ചാൽ ഈ ഭൂമി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയേക്കാളും വിലപിടിപ്പായിരിക്കും ആ സ്ഥലം. ഇമാം ബുഖാരി, മുസ്ലിം റഹ്മഹുല്ലാ ഉദ്ധരിക്കുകയാണ്. നാം ഒന്ന് സങ്കല്പിക്കുക, ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ തണൽ കുതിരപ്പുറത്ത് അതിവേഗതയിൽ ഒരു കുതിരസവാരിക്കാരൻ ആ തണൽ വിട്ടുമുറിച്ച് കിടക്കാൻ ശ്രമിച്ചാൽ വർഷങ്ങളോളം യാത്ര ചെയ്താലും ആ തണൽ അവസാനിക്കുകയില്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ആദം അലൈഹിസ്സലാമിൻ്റെ രൂപത്തിലാണ് അള്ളാഹു സ്വർഗവാസികളെ പടയ്ക്കുക. 60 മുഴം 63 അടി ഉയരമായിരിക്കും ഒരു സ്വർഗവാസിയുടെ ശരാശരി വലിപ്പം. നമ്മളിന്ന് 6 ഇഞ്ചുള്ളവർ, 6 അടി ഉള്ളവർ കഷ്ടിയാണ്. 5 അടി 5 ഇഞ്ച് 5 അടി 7 ഇഞ്ചൊക്കെയാണ് നമ്മുടെ ഉയരം. 6 അടി ഉള്ളവർ കുറവാണെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി 63 അടി ഉയരത്തിലുള്ള മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരു വലിയ കൊന്നത്തുനിങ്ങിനേക്കാൾ വലിപ്പം. ആ ഉയരവും ആ വണ്ണവുമൊക്കെയുണ്ട് സ്വർഗവാസിക്ക്. കാരണം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അത്ര അമൂല്യമാണ്. അത്രയും ആസ്വദിക്കാൻ ഉള്ള ശരീരം വേണം. ചെറിയ ശരീരം 6 അടിയും കൊണ്ട് അവിടെ ചെന്നാൽ ആസ്വദിക്കാൻ കഴിയില്ല. ഈ ശരീരമുള്ള ഒരു സ്വർഗവാസി കുതിരപ്പുറത്ത് പാഞ്ഞു കിടക്കാൻ ശ്രമിച്ചാൽ വർഷങ്ങളോളം അതിൻ്റെ തണൽ അവസാനിക്കുന്നില്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും? അങ്ങനെയുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളുള്ള തോട്ടമുള്ള ഒരു സ്വർഗമാണ് ഒരു സ്വർഗവാസിക്ക് കിട്ടുന്നതെങ്കിൽ അവനെത്ര ആഹ്ലാദവാനായിരിക്കും? സ്വർഗത്തെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും നമുക്കാർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. വമല്ലിദാരിൽ ബഖാ റിദ്വാനു ഖാസിനുഹാ വൽ മുസ്തഫ ജാറുഹാ വറബ്ബു ബാനിഹാ മളുറു മൻ കാനത്തിൽ ഫിർദൗസു മസ്കനഹു മദാ തഹമ്മല മിൻ ബുസിം വ ഇൽമാരി. ഈ ഫിർദൗസ്, പാരഡൈസ് എന്നുള്ള ഈ കമനീയമായ സ്വർഗം ഒരാൾക്ക് ലഭിക്കുമെങ്കിൽ ഈ ലോകത്ത് എന്ത് ബുദ്ധിമുട്ടാണ് അവന് നേരിടേണ്ടി വരിക? അത്യുന്നതമായ ഈ നേട്ടത്തിന് മുന്നിൽ എന്ത് കഷ്ടപ്പാടായി അവന് അനുഭവപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹീതമായ ഒരു ഭവനം നമുക്ക് തരുമെങ്കിൽ അതിനുവേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ നാം എന്തിന് ബുദ്ധിമുട്ടണം? ത്യാഗങ്ങൾ ചെയ്യാൻ നാം എന്തിന് മടി കാണിക്കണം?
ആ ത്യാഗം ഏറ്റുവാങ്ങാൻ നമ്മൾ സന്നദ്ധരാവുകയല്ലേ വേണ്ടത്? മലുറുമങ്കാനത്തിൽ ഫിർദൗസു മസ്കനഹ മദാ തഹമ്മല മിൻ ബുസിൻ വ ഇൽമാരി. സ്വർഗം അനുഗ്രഹീതമായി കിട്ടിയാൽ ഈ ലോകത്തെ കഷ്ടപ്പാടുകളൊന്നും കഷ്ടപ്പാടല്ല. അല്ലെങ്കിലും അത്രയും വലിയ കഷ്ടപ്പാടൊന്നും അള്ളാഹു നമ്മളോട് പറയുന്നില്ല. 24 മണിക്കൂർ തന്നിട്ട് കഷ്ടിച്ച് അരമണിക്കൂർ നമസ്കരിക്കാനാണ് പറയുക. 23.5 മണിക്കൂറും നീ എടുത്തോളൂ. അരമണിക്കൂർ എനിക്ക് വേണ്ടി 5 നേരം ഒന്ന് കുനിയുക, നിവരുക, സാഷ്ടാംഗം ചെയ്യുക പടച്ചവൻ കൽപ്പിക്കുന്നു. അതും യാത്രക്കാരനാണെങ്കിൽ ഒരുപാട് ഇളവുണ്ട്, രോഗിയാണെങ്കിൽ ഇളവുണ്ട്, സ്ത്രീകൾക്ക് ഇളവുണ്ട്. നിന്ന് നമസ്കരിക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക, അതിന് വയ്യെങ്കിൽ കിടന്ന് നമസ്കരിക്കുക, അതിനും കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യമെങ്കിലും കാണിക്കുക. നമുക്ക് കഴിയാത്ത ഏത് കാര്യമാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്? റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നും ഞങ്ങളോട് കൽപ്പിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് തേടുവാൻ അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. 100 രൂപ കിട്ടിയാൽ 97.5 രൂപയും നീ എടുത്തോളൂ. 2.5 രൂപ പാവങ്ങൾക്ക് കൊടുക്കാനാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് ബുദ്ധിമുട്ട്? പണവും ആരോഗ്യവും ഉണ്ടെങ്കിൽ ആയുസ്സിൽ ഒരു തവണ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ് പഠിപ്പിച്ചത്. 12 മാസം നിന്നിട്ട് 1 മാസം മാത്രമാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്. പകലിൽ 11 മാസവും നീ തിന്നോളൂ, കുടിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏത് കൽപ്പനയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്? ഈ ചെറിയ ബുദ്ധിമുട്ട് സഹിച്ച് വലിയ ഉന്നതമായ സ്വർഗം നേടിയെടുക്കാൻ നിനക്ക് മടിയാണെന്നാണോ നീ പറയുക? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ആരെയാണ് നിനക്കിത് ബോധ്യപ്പെടുത്താൻ സാധ്യമാവുക? വമല്ലിദാരിൽ ബഖാ റിദ്വാനു ഖാസിനുഹാ വൽ മുസ്തഫ ജാറുഹാ വറബ്ബു ബാനിഹാ. റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്ക് കാവൽ നിൽക്കുന്ന, അദ്ദേഹത്തിനെ സൂക്ഷിപ്പേൽപ്പിച്ചിരിക്കുന്ന സ്വർഗം എന്ന കമനീയമായ ഭവനം, നിൻ്റെ കമ്പാനിയൻ, നിൻ്റെ തോഴൻ അവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വർ റബ്ബു ബാനിഹ, സ്വർഗത്തിൻ്റെ ബിൽഡർ അള്ളാഹുവാണ്, നിർമ്മാതാവ്. ഈ സ്വർഗത്തിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ നീ തയ്യാറല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നു. ആ പാപം ചെയ്യുമ്പോൾ ഒരു രസമുണ്ട്, ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണല്ലോ പാപങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പോവുക. ലഹരി ഉപയോഗിച്ചാൽ, കഞ്ചാവടിച്ചാൽ, അല്ലെങ്കിൽ കള്ള് കുടിച്ചാൽ ഒരു നേരിയ അനുഭൂതി ഉണ്ടാകുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. ആർക്കറിയാം? വ്യഭിചരിക്കുമ്പോൾ ഒരനുഭൂതി, ഒരു സുഖം, ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലിശ ധാരാളമായി പെട്ടെന്ന് അധ്വാനിക്കാതെ പണം കിട്ടിയ പണം കാണുമ്പോൾ മനസ്സിനോട് വല്ലാത്ത സന്തോഷവും ഉന്മാദാവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ദുനിയാവിലെ പാപങ്ങൾ പരിമിതമാണ്. ആ പാപങ്ങൾക്ക് കിട്ടുന്ന സുഖവും പരിമിതമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് പാപത്തിൻ്റെ പിന്നിൽ കിട്ടുന്ന സുഖം ഈ സ്വർഗത്തിന് പകരം വയ്ക്കാനാകുമോ? പാപങ്ങളുടെ പേരിൽ കിട്ടുന്ന സുഖമാണോ വലുത്? സ്വർഗത്തിലെ ഇത്തരം അനുഭൂതിയിൽ കിട്ടുന്ന സുഖമാണോ വലുത്? പാപങ്ങളുടെ പേരിൽ കിട്ടുന്ന ചെറിയ സുഖം, ആ സുഖം എടുത്തിട്ട് ഈ വലിയ സുഖം നാം നഷ്ടപ്പെടുത്തുന്ന നമ്മെ എന്ത് വിളിക്കണം? നാം പമ്പര വിഡ്ഢികളല്ലേ? ഒന്നാലോചിച്ചാൽ പാപം ചെയ്യാൻ നമുക്ക് കഴിയുമോ? പാപം ചെയ്യാതിരുന്നാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ കിട്ടുന്ന ഈ മനോമോഹനമായ സ്വർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ അനുഗ്രഹം നൽകുമ്പോൾ നാം എന്തിന് പാപങ്ങളുടെ പിന്നാലെ പോകണം? എല്ലാവരും ആലോചിക്കുക. ഈ മഹത്തായ പറുദീസയെക്കുറിച്ച് പറയാൻ ഖുർആൻ വചനങ്ങളും പ്രവാചക വചനങ്ങളും നിരവധിയാണ്. ഈ മഹത്തായ പറുദീസ കിട്ടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയുകയുണ്ടായി, ഒരു സത്യവിശ്വാസി ദുനിയാവിൽ വെച്ച് 5 ഗുണങ്ങൾ നേടിയിരിക്കണം. 5 ഗുണങ്ങൾ നേടിയെങ്കിൽ മാത്രമേ അവന് സ്വർഗം ലഭിക്കുകയുള്ളൂ, ഈ കമനീയമായ സ്വർഗം കിട്ടുകയുള്ളൂ. അത് കിട്ടാത്തിടത്തോളം, അത് ഉണ്ടാകാത്തിടത്തോളം ഒരു സ്വർഗം കിട്ടുന്നതല്ല. ഒന്ന് മഅരിഫത്തുല്ലാ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ബി കോൺഷ്യസ് ടു അള്ളാഹ്, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. നമുക്കറിയാം, ഈമാൻ
ഇസ്ലാം, ഇബാദത്ത്, ആഖിറത്ത് തുടങ്ങി ഇസ്ലാമികമായ മുഴുവൻ മൗലികമായ സജ്ജകളുടെയും അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആരാണ് അള്ളാഹു? ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിലൂടെ മാത്രമേ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ, ആഖിറത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാവുകയുള്ളൂ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. ആരാണ് അള്ളാഹു? നാം അള്ളാഹു എന്ന് വിളിക്കുന്ന മറ്റിതര മതവിശ്വാസികൾ ഈശ്വരനെന്നോ ദൈവമെന്നോ തമ്പുരാനെന്നോ കർത്താവെന്നോ ഒക്കെ വിളിക്കുന്ന ആ രക്ഷാധികാരി, എല്ലാവരും അഭയം തേടുന്ന ആ കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ആ അദൃശ്യനായ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംഹരിക്കുന്ന ആ മഹാശക്തി, ആ ശക്തിക്ക് ഇസ്ലാം പറയുന്ന പേരാണ് അള്ളാഹു. അള്ളാഹുവിനെ അറിയണം. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന 1700 അടിയോളം ഉയരത്തിലുള്ള ഹിറ എന്ന് പറയുന്ന ഗുഹ, ജബലുൻ നൂർ പ്രകാശപർവ്വതം, ആ പർവ്വതത്തിലെ ഉയരത്തിലുള്ള ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ ഏകനായി ധ്യാനനിരതനായി മാസങ്ങളോളം കഴിച്ചുകൂട്ടി. തനിക്കും ലോക ജനതയ്ക്കും ഒരു നല്ല മാർഗം കാട്ടിത്തരണം. ഏതാണ് ശരിയായ മാർഗം? 1000 വഴികളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ശരിയായ വിശ്വാസം ഏത്? അത് ലഭിക്കുന്നതിന് വേണ്ടി മാസങ്ങളോളം ധ്യാനനിരതനായി കഴിഞ്ഞുകൂടിയിരുന്ന പ്രവാചകൻ്റെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. ആദ്യമായി ഓതിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിലെ വചനം നമുക്കറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക, പഠിക്കുക, അറിയുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രവാചകൻ ആദ്യമായി കൊടുക്കേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നോ, നമസ്കരിക്കുക എന്നോ, ഹജ്ജ് ചെയ്യുക എന്നോ, നോമ്പ് പിടിക്കുക എന്നോ, സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നില്ലേ? പകരം അറിയുക, വായിക്കുക എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണ്? അറിയണം, വായിക്കണം, അള്ളാഹുവിനെക്കുറിച്ച് അറിയണം. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച മഹാശക്തിയെക്കുറിച്ച് അറിയാതെ ജനങ്ങൾ എന്തിൻ്റെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈകൊണ്ട് മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ, ചിത്രങ്ങളിലൂടെ ചിത്രകാരന്മാർ വരച്ചു വച്ച മനുഷ്യഭാവനയിലുള്ള എന്തൊക്കെയോ ദൈവസങ്കല്പങ്ങളുടെ പേരിൽ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ ശക്തി, മഹാശക്തി, പരാശക്തി, ജഗതീശ്വരൻ, അവിടത്തെക്കുറിച്ച് ജനങ്ങൾ അധികവും മിഥ്യാധാരണയിലാണ്. എന്തിനെയൊക്കെ ദൈവമായി സങ്കല്പിച്ചവർ പിന്നാലെ നിവേദ്യവും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നടക്കുന്നു. പ്രാർത്ഥന ആരോടൊക്കെ ചെയ്യുന്നു? ചെയ്യേണ്ടത് ഏകനായ തമ്പുരാനോട് മാത്രം. ഏകം സദ്വിപ്ര ബഹുദാവദന്തി. ഏകമായ ഒന്ന്, അതിനെ പലതായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പലതല്ല, ഒന്നാണ്. ഏകം സദ്വിപ്ര. ആ ഏകനായ ദൈവത്തെ അറിയണം. ആ അറിയലാണ് ഇഖ്റ. ഒന്നാമത്തെ വാചകത്തിലൂടെ ഖുർആൻ പറഞ്ഞ വായിക്കുക, പഠിക്കുക, അറിയുക, വളരുക അള്ളാഹുവിനെക്കുറിച്ച്. ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സൃഷ്ടാവിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അറിയേണ്ടതുപോലെ അറിയുന്നില്ല. റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാൽ. മഹാനായ പണ്ഡിതൻ ഉമർ റളിയല്ലാഹു ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയുണ്ടായി, എത്രയോ ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച്, നാഥനെക്കുറിച്ച് അറിയുന്നില്ല. രക്ഷിതാവിനെക്കുറിച്ചുള്ള അറിവിൽ ജനങ്ങളിൽ അധികവും അജ്ഞരാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിൽ ഗുരുനാഥന്മാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, പിഴപ്പിക്കുന്ന പാഠങ്ങളാണ്. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ ആരും അറിയുന്നില്ല. റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറുബ്
റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാൽ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, മാരിഫത്തുള്ള. ഈ ലോകത്ത് ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. എൻജിനീയറിംഗ് ഒരു വിജ്ഞാനശാഖയാണ്, മെഡിസിൻ ഒരു വിജ്ഞാനശാഖയാണ്. ലോകത്തതുപോലെ ഒരുപാട് കോഴ്സുകൾ, വിജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥ വിജ്ഞാനം, ഏറ്റവും മഹത്വമേറിയ അറിവ് സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ്. കേവലം ഒരു ബീജത്തുള്ളിയിൽ നിന്നും നിന്നെ വളർത്തി വലുതാക്കി മനുഷ്യനെന്ന ആകാരം നിന്ന് ഈ സൗന്ദര്യം, ഈ അത്ഭുതം, ഈ ചിന്താശേഷിയെന്ന് വാർത്തെടുത്ത തമ്പുരാൻ നിന്നെ സൃഷ്ടിച്ചത് നിൻ്റെ പിതാവല്ല, നിൻ്റെ മാതാവല്ല, നിന്നെ ചികിത്സിച്ച ഡോക്ടറല്ല, ഒരദൃശ്യശക്തിയായ അള്ളാഹുവാണ്. നിങ്ങൾ ഏത് പേരും വിളിച്ചോളൂ. ആ ജഗതീശ്വരൻ, ആ പരമേശ്വരൻ, ആ ജഗന്യന്താവ്, ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് വേണ്ടവണ്ണം ഉണ്ടായില്ലെങ്കിൽ, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ സ്വർഗം നിനക്കൊരിക്കലും ലഭ്യമാകാൻ പോകുന്നില്ല. സ്വർഗം ലഭിക്കാനുള്ള ഒന്നാമത്തെ ചവിട്ടുപടി അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്താണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെക്കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കി എത്ര ആളുകളുണ്ട്, ആര് ചിന്തിക്കുന്നുണ്ട്? അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, അള്ളാഹു തന്ന പാനീയം ഭുജിച്ചുകൊണ്ട്, അള്ളാഹു തന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, അള്ളാഹു തന്ന ചെരുപ്പണിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചം, ഈ ഭൂമി സംവിധാനിച്ച ആരാണ്? ജീവവായു ഇവിടെ ഒരുക്കിയതാരാണ്? പടച്ചവൻ തന്ന വായു ശ്വസിച്ചുകൊണ്ട്. ആകാശമെന്ന വിസ്മയമായ മേൽക്കൂര ഒരുക്കിയവൻ ആരാണ്? എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് അറിയാതെ ജനങ്ങൾ നടക്കുന്നു, മനസ്സിലാക്കാതെ ജനങ്ങൾ നടക്കുന്നു. ആ അറിവുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്തു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരിക്കൽ പ്രവാചകൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഒട്ടകപ്പുറത്ത്. അള്ളാഹു റസൂൽ വാത്സല്യത്തോടെ എന്നെ വിളിച്ച്, യാ ഉലാം, എൻ്റെ കുഞ്ഞേ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം, അത് ശരിക്ക് പഠിച്ചോളൂ, ഹൃദയസ്ഥമാക്കിക്കോളൂ, അതനുസരിച്ച് പ്രവർത്തിച്ചോളൂ. യഹ്ഫദില്ലാഹ യഹ്ഫദുക, കുഞ്ഞേ, കുഞ്ഞുമകനെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളൂ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ ഭയന്ന് സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും, നിന്നെ കാത്തുരക്ഷിക്കും. ഇത്തഖില്ലാഹ തജിദുഹു തുജാഹിക, നീ അള്ളാഹുവിനെ എല്ലാ സന്ദർഭത്തിലും ഭയപ്പെട്ടോളൂ. നിനക്കൊരാവശ്യം വരുമ്പോൾ നിൻ്റെ കൺമുന്നിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ നിനക്കാകും. ഇത്തഖില്ലാഹ തജിദുഹു തുജാഹിക, തുജാഹക, അള്ളാഹു നിൻ്റെ കൺമുന്നിൽ, നിൻ്റെ മുന്നിലുള്ളതുപോലെ നിനക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. വാലം അന്നൽ ഉമ്മത്തൽ അവിജ്തമാത് അലാ യൻഫഉക ബിശൈഇൻ ല യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. ഈ ലോകം മുഴുവനും, നീ ഒഴിച്ചുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്നു നിനക്കൊരു ഉപകാരം ചെയ്യാൻ, ഒരു പ്രയോജനം തരാൻ, ഒരു നേട്ടം തരാൻ, ഒരു പദവി തരാൻ. അള്ളാഹു നിൻ്റെ പേരിൽ അത് എഴുതിയിട്ടില്ലെങ്കിൽ നിനക്കത് കിട്ടാൻ പോകുന്നില്ല. ലോകം മുഴുവൻ പരിശ്രമിച്ചാലും ഓർക്കണം മകനെ, വലോ ഇജ്തമൗല യളുറൂക ബിശൈഇൻ ലൻ യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. ലോകം മുഴുവനും ഒരുമിച്ച് കൂടി നിനക്കൊരു ദ്രോഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്നെ തൂക്കിക്കൊല്ലാനോ, നിന്നെ കൊലയ്ക്ക് കൊടുക്കാനോ, നിന്നെ ഉപദ്രവിക്കാനോ, നിന്നെ പദവിയിൽ നിന്ന് പുറത്താക്കാനോ ഈ ലോകം മുഴുവനും പരിശ്രമിച്ചാലും അള്ളാഹു നിൻ്റെ പേരിൽ എഴുതി വച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ആർക്കും അത് സാധ്യമല്ല. അള്ളാഹുവാണ് കരുത്തുറ്റവൻ. അള്ളാഹു തീരുമാനിക്കുന്നേ പ്രപഞ്ചത്തിൽ നടക്കുന്നുള്ളൂ. റുഫിയത്തുൽ അഖ്ലാം വ ജുഫത്തി സുഹുഫു, പേനകളെല്ലാം എഴുത്ത് നിർത്തിപ്പോയി, കടലാസിലെ മഷിയെല്ലാം ഉണങ്ങിപ്പോയി കുഞ്ഞേ. പേനകൾ എഴുത്ത് നിർത്തി, കടലാസിലെ മഷിയെല്ലാം ഉണങ്ങിപ്പോയി, എഴുതിയ മഷിയെല്ലാം ഉണങ്ങിപ്പോയി. എന്താ അർത്ഥം? ലോകത്ത് നടന്നതും നടക്കാൻ പോകുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം പടച്ചവൻ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നീ കൂടുതൽ പരിശ്രമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അള്ളാഹു എഴുതിയത്, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമാണ് സ്വർഗം. അള്ളാഹുവിനെ അറിയാത്തവർക്ക് സ്വർഗം കിട്ടുന്നതല്ല. അള്ളാഹുവിലുള്ള കടുത്ത, ഉറച്ച, ദൃഢമായ വിശ്വാസം
ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്കല്ലാതെ നേരത്തെ വിശദീകരിച്ച മഹത്തായ സ്വർഗം ലഭ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹക്കീം. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാനായി മറ്റൊരു ആരാധ്യനില്ലെന്നും അല്ലാഹു നീതി മാത്രം നടപ്പാക്കുന്നവനാണെന്നും അല്ലാഹു പ്രതാപശാലിയും എല്ലാ കാര്യങ്ങളും യുക്തിയോടെ മാത്രം നിർവഹിക്കുന്നവനാണെന്നും അല്ലാഹുവും മലക്കുകളും അറിവുള്ളവരും തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ ശരിയാവണ്ണം മനസ്സിലാക്കി സ്വർഗം നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏപ്രിൽ 10 ഈ വിനീതൻ ഉംറയ്ക്ക് പുറപ്പെടുന്നു. മെയ് 1 റഷ്യയിലേക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സിയാറത്ത് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 4 ബൈത്തുൽ മുഖദ്ദസ്, ഈജിപ്റ്റ്, ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ ഈ 4 രാജ്യങ്ങളിലേക്കും പുറപ്പെടുന്നു. ഈ 3 യാത്രകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9387544151. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം അറിവിലൂടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.